എന്തായാലും നിർത്തിയത്? ബാക്കിയൊക്കെ നിന്റെ തന്തമാര് വന്നു കഴിയുമോ? ഗോവിന്ദ്, പെൺകുട്ടിയോട് അങ്ങനെ മോശമായി പെരുമാറരുത്. ഗൗരി, ഇങ്ങനെ തുടച്ച തറയ്ക്ക് നോവില്ലേ? തുടക്കടി ഇവിടെ അങ്ങോട്ട് തുടക്കി. അവിടെ ഇവിടെ തന്നെ ഇവിടെ. മേഡം, എന്താടി നോക്കി പഠിപ്പിക്കണേ? ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ തേക്കിനെ അങ്ങോട്ട്. ഇതിങ്ങനെ നിന്റെ ഇഷ്ടത്തിന് പണിയെടുക്കുന്നേ സ്വന്തം ബംഗ്ലാവില്. ആനയൊക്കെ കാവലിക്കുന്നല്ലേ അവിടെ ഒരച്ച് കഴുകടി. അങ്ങനെ പറഞ്ഞു പോയിന്ന് വെച്ച് മിണ്ടാതെന്ന് പണിയെടുക്കടി. ഇല്ലെങ്കിൽ താഴെ ഇവള് കൊറേ നേരമായില്ല അഭ്യാസം എഴുകടി ചവിട്ടിയാൻ. പ്ലീസ്, ഞാൻ അല്പം റെസ്റ്റ് എടുത്തോട്ടെ. മടുത്തു. റെസ്റ്റോ? നിനക്കോ? കൊറേ വെട്ടി വീഴുന്നല്ലേ? ഞങ്ങൾ എത്ര പണി വേണം ചെയ്തോളാം. അല്പം വിശ്രമിച്ചിട്ട്. വേണ്ട, നിങ്ങൾ എപ്പം വിശ്രമിക്കുന്നത് ഞാൻ തീരുമാനിച്ചോളാം. കഴുകടി. അതെ, വലിയ എക്സിക്യൂട്ടീവ് പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ കയ്യിലെ തൊലിയൊക്കെ ഇതുപോലെ അങ്ങ് പോകും. അങ്ങ് അമേരിക്ക ചെന്നിട്ട് മിയാമി ബീച്ചിൽ കുളിക്കുന്നതെന്ന് കരുതിയാ മതി. ചെയ്യടി പണി. എങ്ങനെയുണ്ടടി? കുടിക്കാൻ തിളപ്പിച്ച മിനറൽ വാട്ടർ കൊണ്ടിട്ടെ. അതെ, നിന്റെ ഡ്രസ്സും ഈ ഭിത്തിയുടെ കളറും ഒട്ടും മാച്ച് ആവുന്നില്ല. നമുക്കൊരു ഐഡിയ ചെയ്താലോ? എന്താ? ഈ ഭിത്തി കൊണ്ട് പൊളിച്ചു മാറ്റിയാലോ? അത് നല്ല ഐഡിയ. എന്ത് വിരോധമൊന്നുമില്ലോ? ഓ, ഇതാണ് മദാമ്മമാർക്കുള്ള ബെഡ്റൂം. പിന്നെ ലെവലൊക്കെ പിടിച്ചിവിടെ കിടത്തിക്കണം. എന്തെങ്കിലും അസുഖം പറയാൻ മറക്കല്ലേ. എടാ സുനിദ്ര, ബെഡും കാശ്മീരി ബ്ലാങ്കറ്റും ഈ മദാമ്മമാർക്ക് കൊടുക്കടാ. അവളുമാര് കിടന്നുറങ്ങട്ടെ. ഇതാ ബെഡ്. കൊച്ചമാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വരുത്തിയതാ. ഓ, വെളുപ്പിനെ ജ്വാലികൾ തുടങ്ങാനുള്ളതാ. അതുകൊണ്ട് ബി ക്വിക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, പറഞ്ഞേക്കാം. ഇവിടുന്ന് കടന്നു കളയാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് മറന്നേക്ക്. നീയൊക്കെ തിന്നു പിടിച്ചതിന്റെ കാശ് കൊടുത്തത് ആ വർക്ക്യാശാന. ആ, അയാളുടെ ഗുണ്ടുകൾ എന്റെ പൊന്നുമക്കൾക്ക് 24 hours കാവലുണ്ട്. അതുകൊണ്ട് അതിനൊന്നും മുതിർന്ന് കൊല്ലാപ്പൊന്നും ആക്കണ്ട. സോ കിടന്നുറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീം ഏഞ്ചൽ. എടി യക്ഷികളെ, എഴുന്നേടി. ഓത്ത് പോലെ കിടന്ന് ഉറങ്ങുവാടി. ഇറങ്ങി വാടി. എന്താ എന്താന്നാ? ബംഗ്ലാവിലാന്ന് വിചാരിച്ചാണ്. എഴുന്നേടി. അരമണിക്കൂറിനുള്ളിൽ റെഡി ആയിക്കോളണം. ഇല്ലെങ്കിൽ തിളച്ച വെള്ളം തലയിൽ ഒഴിക്കും. ആ, പറഞ്ഞില്ലെന്നോടാ. വാടാ. എന്താ ഇത്? കുഞ്ഞുങ്ങൾക്ക് കാപ്പി. കാപ്പി അവർക്ക് കൊണ്ടുപോടും. ഇങ്ങോട്ട് താവരണം. കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. അവർ നിങ്ങളെ പറ്റിച്ചു. ശരിയാണ്, അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. അവരെ ഇളം പ്രായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. പത്രോസേ, ഇക്കാര്യത്തിൽ തന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല, കേട്ടല്ലോ. അവരുടെ കാര്യം താനിവിടെ മിണ്ടിപ്പോരുത്. തന്റെ വർത്താനം കേട്ടാ ഞങ്ങൾ ഈ നിലയിലായത്. അവരുടെ സൈഡ് പിടിച്ച് താനിനി ഇവിടെ സംസാരിച്ചാലുണ്ടല്ലോ, ആ നിമിഷം താനിവിടുന്ന കേട്ടാ. അത് മനസ്സിലായിക്കൂ. ഇല്ല, ഞാനൊന്നിനും പോരാ. ഞങ്ങളുടെ അനുവാദമില്ലാതെ താൻ ഈ ചെയ്തതിന്റെ ശിക്ഷ താൻ ആദ്യം അനുഭവിക്കണം. താൻ ഏത്തം ഇടറോ? ഇടറോ ഏത്തം. 1 2 3 4 5 താനെന്തിനാ വർത്തിയത്? 9 എനിക്കെന്താ ആട് വെച്ചോടാ കഞ്ഞി കൊടുത്തത്. എന്താണത്? വാരി വലിച്ചു കൊടുക്കാൻ തന്റെ മക്കളാ? അയാളുടെ ഒരു സ്നേഹം. ഏത്തോടോ ഞാൻ തുടക്കാനായിട്ട് ഈശ്വര, ഇത്രമാത്രം കഷ്ടപ്പെടാനാണല്ലോ ഞങ്ങളുടെ വിധി. നമ്മൾ കാണിച്ച അഹങ്കാരം അത്രയ്ക്ക് വലുതായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നമ്മളോട് അവർക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടാവുന്ന കരുതിയത് വെറുതെയായി. ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ അവർക്ക് എങ്ങനെയാ തോന്നുന്നത്? നമ്മൾ അവരെ ഒരുപാട് അവമാനിച്ചില്ലേ? അതിനവര് നമ്മളോട് പകരം വീട്ടുകയായിരിക്കും.
വീട്ടിലും ചെല്ലാൻ നിവർത്തിയില്ല. ഇവിടുന്ന് പുറത്തിറങ്ങാനും വയ്യ. ആ അങ്കിൾമാരും പിണങ്ങി. ഇനി എത്ര നാൾ നമ്മളിങ്ങനെ ജീവിക്കും? രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്താണ് ഇവിടെ കുശുചിപ്പ്? മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ, ചവിട്ടിയാൻ നടുകൊടുക്കും ഞാൻ. ആഹാ, ഇവിടെ വന്ന് നിൽക്കണ. എന്നാലും ഇത് കുറെ കടുപ്പമാണോ ചായ? ഇതിന് കടുപ്പൊന്നുമില്ലടാ, പെപ്സിയാ. തമാശല്ല ചായ. ആ പെൺകുട്ടികളുടെ ദുഃഖം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഇതിന്ന് മടുക്കുമ്പോ എഴുന്നേറ്റ് നിന്നാ മതി. ഒരുമാതിരി മനുഷ്യപ്പറ്റില്ലാത്ത വർത്താനം പറയരുത്. കാര്യം എന്തോ ആയിക്കോട്ടെ, അവരൊരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയും കിട്ടി. ഞാൻ എത്ര തവണ പറഞ്ഞതാ, അവര് കേക്കണ്ടേ? ഇനി പറയാൻ ചെന്ന് നമ്മുടെ പണി പോവും. ആ ഗോപിയെ കുഞ്ഞിനെ പല്ലുവരെ സഹിക്കാൻ വയ്യ. മരുന്നിന് എഴുതി തന്നിട്ടുണ്ട്. ആ ആൺകുട്ടികളോട് പറയുന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ പിടി. ഇതിനുള്ള കാശ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തരാം, നീ വാ. ദൈവമേ, ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഞങ്ങളെ തിരിച്ചു തരുന്നു. ഗോപിയെ, ഗോപികെ, ഗൗരി, ഗൗരി, നീനെ, നീനെ, മാർക്കോസ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഗുളിക ഇതാണ്. റസിയ തക്ക സമയത്ത് പറഞ്ഞോണ്ട് ഞങ്ങളത് മാറ്റി. അപ്പോ മരിക്കാൻ മരുന്നുകൾ തയ്യാറായി അല്ലേ? മതി, നീ അക്ഷരമിണ്ടരുത്. മരിക്കാതെ സമ്മതിക്കില്ല അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഇതാ കൊന്നു, ഞങ്ങൾ തെറ്റുകാറില്ലേ? നിങ്ങളുടെയൊക്കെ അടിമകള് മൃഗങ്ങളോട് പോലും ആരെങ്കിലും എത്രയ്ക്ക് ക്രൂരത കാണിക്കോ? നിങ്ങൾ ഈ ലോകത്തോട് മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്കിന് വേണ്ട. വേണ്ട. യശീന്നോ താരകനോ മനാമെന്നോ വിളിച്ചാൽ മതി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കളികളല്ലേ ഞങ്ങൾ. കൊലക്കുറ്റം ചെയ്തവരെ പോലെയല്ലേ നിങ്ങൾ ഞങ്ങളെ പിടിച്ചോണ്ടോന്ന്? തല കറങ്ങി വീണ എന്റെ അമ്മയെ ഒന്ന് കാണാനെങ്കിലും നിങ്ങൾ സമ്മതിച്ചോ? സത്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചല്ല. എങ്ങനെയോ എല്ലാം സംഭവിച്ചു പോയി. നിങ്ങൾക്കറിയോ, വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ ഞങ്ങൾ പാതി മരിച്ചു. ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം നേരെയായപ്പോഴാ വീണ്ടും എല്ലാം തകർന്നത്. അത് നിങ്ങൾ കാരണം. നാണക്കേട് സഹിച്ച് ഞങ്ങളുടെ സമനില തെറ്റി. നമ്മൾ ഇരു കൂട്ടരും തെറ്റുകൾ ചെയ്തു. അത് തിരുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്ത് വലിയ വലിയ തെറ്റുകൾ. ആ ചേരി വന്ന് നിങ്ങളുടെ സത്യസ്ഥിതി കണ്ടപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് മനസ്സിൽ ബഹുമാനം തോന്നിയത്. അതും ഞങ്ങളുടെ തോൽവിയായിരുന്നു. തോറ്റു മടുത്തപ്പോ അറിയാതെ ഞങ്ങളിൽ പ്രതികാര ചിന്ത വന്നുപോയി. മരിക്കാൻ വരെ തയ്യാറായിട്ടും വഴിവിട്ട രീതിയിൽ ഞങ്ങളെ സ്വാധീനിക്കാത്ത നിങ്ങളോട് മതിപ്പ് ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. ചെയ്തു പോയ ക്രൂരതകൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് ഞങ്ങളോട് വന്നപ്പോ അഡ്വാൻസ് ക്യാഷായി ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങളെ പറ്റി നിങ്ങൾ നുണ പറഞ്ഞെന്ന് വിശ്വസിച്ച് ഒന്ന് വരട്ടണമെന്നേ കരുതിയുള്ളൂ. സത്യത്തില് ഞങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഞങ്ങളോട് വന്നതില്ല. ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ വേഷം കെട്ടിയപ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ഓച്ചാനിച്ചു നിന്നു. അപ്പം മനസ്സ് വിലക്കിയിട്ടും ഞങ്ങൾ ആ നാടകം തുടർന്നു. ഇഷ്ടമുള്ളവരെ കുരങ്ങളിപ്പിക്കുന്ന ഒരു രസം, അത്രേ ഉള്ളൂ. ഒടുവിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ഞങ്ങൾ വീഴാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിപ്പോയതാ. വേറെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഒന്നും വേണ്ടിയിട്ടായിരുന്നില്ല, എങ്ങനെയോ സംഭവിച്ചു പോയി. തെറ്റുകളെ തെറ്റുകൾ കൊണ്ട് നേരിട്ട എല്ലാവർക്കും ദുഃഖം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് മറക്കാം. അതെ, ഇത് നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു കുടുംബമായി. ഓ, എന്റെ സാറേ, രക്ഷപ്പെട്ടു. ആ പിള്ളേരുടെ പിണക്കമൊക്കെ അങ്ങ് തീർന്നു. അവരിപ്പോ നമ്മളെ പോലെയായി. പെട്ടെന്ന് വണ്ണം വെച്ചങ്ങ് തീർത്തോ? ഓ, അതല്ല, അവര് ലൈനായി, കരളുമായി.
അവർ കെട്ടിപ്പിടിച്ച് സ്ലോ മോഷനിൽ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ വല്ല വയറ്റുവേദന വന്നിട്ട് പോയതായിരിക്കും എന്റെ കർത്താവേ. അതിന് നീ ഉണ്ടാക്കിയൊന്നും അവർ കഴിച്ചില്ല. എന്താ എന്റെ വ്യാകുല മാതാവേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സാധനം. അവരുടെ ഇങ്ങനെ ക്ലോസ് ആയെന്ന് മനസ്സിലായ? എന്റെ കർത്താവെ, സമയവും കാലവും നോക്കാതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ഈ കുഞ്ഞാടിനോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം സ്തോത്രം. ഇതേ ഈ കർത്താവിന്റെ സൂത്രമല്ലേ സാറേ? കേക്കണ്ട കേട്ടോ.